നമസ്കാരം. V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. കേരളം സൂര്യതാപത്തിന്റെ വറചട്ടിയിൽ പൊള്ളിക്കുന്ന ചൂടിൽ വെന്തുരുകി ജനങ്ങൾ. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൂർണ്ണമായി അടച്ചിടാൻ കളക്ടറുടെ നിർദ്ദേശം. അഡീഷണൽ സമ്മർ ക്ലാസുകൾക്ക് വിലക്ക. തൃശൂർ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലത്തും മഞ്ഞ ജാഗ്രത. പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസും തൃശൂരിൽ 40 ഡിഗ്രിയും ചൂട്. തൃശൂർ ജില്ലയടക്കം സംസ്ഥാനത്തെ 8 ജില്ലകളിൽ മഴ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഓട്ടം തീരില്ല. ചൂട് കാരണം ഓട്ടം ആൾക്കാർ പുറത്തിറങ്ങണില്ല. ചൂട് കാരണം ഇപ്പോൾ ഒരാളും പുറത്തിറങ്ങാത്ത അവസ്ഥയാണ്. ഓട്ടത്തിൽ എല്ലാവർക്കും പൊതുവെ മോശമാണ്. ഇപ്പോൾ കൊടും ചൂടിൽ നാട് വെന്തുരുകുമ്പോൾ ജോലിയും കൂലിയുമില്ലാതെ പട്ടിണിയിലേക്ക് തൊഴിലാളി കുടുംബങ്ങൾ. ഓട്ടോറിക്ഷ തൊഴിലാളികൾ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി. പകൽ സമയങ്ങളിൽ ഓട്ടോറിക്ഷകൾ പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യം. ജനങ്ങൾ പുറത്തിറങ്ങാത്തതിനാൽ ചായക്കാശിന് പോലും വകയില്ലാതെ തൊഴിലാളികൾ. V9 ന്യൂസ് ജനമനം ചർച്ച ചെയ്യുന്നു. എന്തൊരു ചൂട്, എങ്ങനെ സഹിക്കും? വിവാദ ദല്ലാൽ TG നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലുകളിൽ കേരള രാഷ്ട്രീയത്തിൽ വിവാദ കോളിളക്കം. പുതിയ വെളിപ്പെടുത്തലുമായി നന്ദകുമാർ. ശോഭാ സുരേന്ദ്രൻ CPM-ൽ ചേരാൻ ശ്രമം നടത്തി. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്നു ലക്ഷ്യം. വിവിധ നേതാക്കളുമായി ചർച്ച നടത്തി. ശോഭയ്ക്ക് തിരിച്ചടിയായത് പണം ആവശ്യപ്പെട്ടതെന്ന ആരോപണം. നന്ദകുമാറിനെതിരെ പോലീസിൽ പരാതി നൽകി ശോഭാ സുരേന്ദ്രൻ. EP ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച ആരോപണത്തിൽ ജയരാജനെ സംരക്ഷിച്ച CPM. ഇടതുമുന്നണി കൺവീനറായി ജയരാജൻ തുടരുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. EP BJP-യിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടില്ല. കൂടിക്കാഴ്ച നിഷ്കളങ്കം. ആരോപണം തിരക്കഥ. CPM നിലപാടിൽ CPI-ക്ക് കടുത്ത അതൃപ്തി. ജനപ്രതിനിധികൾ പൊതുപ്രവർത്തനത്തിലും വ്യക്തിജീവിതത്തിലും ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി K രാജൻ. EP അത് പാലിച്ചില്ലെന്നും ആരോപണം. ജയരാജനെ തള്ളാൻ മുഖ്യമന്ത്രിക്കാവില്ലെന്ന് K മുരളീധരൻ. BJP CPM ഡീൽ വ്യക്തമായെന്നും മുരളി. EP-യെ തള്ളി SNDP യോഗം. ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും. പറപ്പൂർ പെരുവല്ലൂർ മദർ കോളേജിന് സമീപം നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞു. 1 വയസ്സുള്ള കുട്ടിയടക്കം 2 പേർക്ക് പരിക്ക്. കോയമ്പത്തൂർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇരുവരെയും അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കുണ്ടന്നൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ പാടശേഖരത്തിലേക്ക് മറിഞ്ഞു. കരിമ്പ് കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി വൈദ്യുത തൂണും ഇടിച്ചു തകർത്തു. കർണാടക സ്വദേശികളായ ഡ്രൈവറും സഹായിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി അകമലയെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി വീണ്ടും കാട്ടാന വിഹാരം. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് പുറകിലാണ് ആനകളെത്തിയത്. ആനവിഹാരത്തിൽ വൻതോതിൽ കാർഷിക നാശം. നിരവധി വാഴകളും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും ആനക്കൂട്ടം ഭക്ഷണമാക്കി. ജനവാസ മേഖലയിൽ ഇറങ്ങിയത് 4 കാട്ടാനകൾ. വാഴാനി പട്ടാണിക്കാട് മേഖലയിലും കാട്ടാനകൾ. ലക്ഷ്യബോധമുള്ള തലമുറയെ വാർത്തെടുക്കാൻ SNDP യോഗം. തലപ്പള്ളി യൂണിയന്റെ നേതൃത്വത്തിൽ നേരാം വഴികാട്ടും ഏകദിന പരിശീലന ക്യാമ്പ്. 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ നിരവധി വിദ്യാർത്ഥികൾ കണ്ണികളായി. വിവിധ വിഷയങ്ങളിൽ മത്സരങ്ങൾ നടന്നു. യൂണിയൻ സെക്രട്ടറി TR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയുടെ വികസന കുതിപ്പിൽ കേരളത്തിൻ്റെത് മികച്ച സംഭാവന. വരുമാന മികവിന്റെ പട്ടിക പുറത്തുവിട്ടപ്പോൾ ആദ്യ 25-ൽ 11 റെയിൽവേ സ്റ്റേഷനുകളും കേരളത്തിൽ. 155 കോടി രൂപ വരുമാനമുണ്ടാക്കി. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ 9ാം സ്ഥാനത്ത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ കേരളത്തിൽ 1ാം സ്ഥാനത്ത്. വരുമാനം 262 കോടി. പാലക്കാട് ജംഗ്ഷനിൽ വരുമാനം 115 കോടി രൂപ. അന്തർദേശീയ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങളുടെ വാഴ്ത്തിപ്പാടലുമായി മെയ് പിറവി. ലോക തൊഴിലാളി ദിന ആഘോഷത്തിൽ മുഖരിതമാകും മെയ് 1. 80ഓളം രാജ്യങ്ങളിൽ മെയ് ദിനം പൊതു അവധി. അമേരിക്കയിലും ബ്രിട്ടനിലും ആഘോഷമില്ല. മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവാവ് മരണമടഞ്ഞു. വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്റർ സ്വദേശി 33-കാരൻ വിപിനാണ് മരണമടഞ്ഞത്. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം.